വെൽക്കം ടു ലേണിനോ. ഇന്ന് നമ്മൾ RRB IBPS ക്ലർക്കാണ്. IBPS ക്ലർക്കിലെ റീസണിങ് സെക്ഷൻ ആണ് നോക്കുന്നത്. അപ്പം ഇതിൽ നിന്ന് 2023 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ കുറച്ച് മുമ്പ് വേറെ പാർട്ടുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ബാലൻസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോ നോക്കുന്നത്. ഫൈൻഡ് ദ റോങ് ടേം ഇൻ ദ ഫോളോയിങ് സീരീസ്. ഈ സീരീസിലെ റോങ് ടേം കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനത്തെ സീരീസ് ഏത് കിട്ടിയാലും നമ്മൾ ആദ്യം ഫസ്റ്റ് ഈ നമ്പറുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ് നോക്കേണ്ടത്. അപ്പൊ ആദ്യത്തെ 100, 91 ഇത് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാ? 9. ഇത് തമ്മിൽ 10 ആണ് അല്ലെ? ഇത് തമ്മിലോ 9, 10 ഈ രീതിയിലാണ് പോകുന്നത്. അപ്പൊ അടുത്ത എത്ര പേരുണ്ടേ? അടുത്ത എത്ര നമുക്ക് വരണ്ടേ? ഇപ്പോൾ നമ്മൾ ഇവിടെ 9, 10 ആ ഡിഫറൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുമോ? 100, 91, 81 അങ്ങനെ പോകുന്നത്. 81, 70 അപ്പൊ ഇവിടെ 9 ഡിഫറൻസ്, ഇവിടെയോ 10 ഡിഫറൻസ്. പക്ഷെ ഇവിടെയോ ഇവിടെ 11 ഡിഫറൻസ് വരുന്നത്. അപ്പൊ അടുത്തത് 12 ഡിഫറൻസ് വേണ്ടേ? അപ്പൊ എത്ര? 58 ഇവിടെ വരേണ്ടത്. പക്ഷെ അവിടെ നന്നേക്കുന്ന എത്ര? 60 വന്നിരിക്കുന്നത്. അപ്പൊ ഈ 60 ഇവിടെ റോങ് ടേം എന്ന് പറയുന്നത്. അടുത്ത നോക്കൂ, അടുത്ത ടേം 13 മൈനസ് ചെയ്യണം. 58 13 45 കിട്ടുന്നുണ്ട്. 45 ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പൊ 60 പകരം നമുക്ക് 58 വരേണ്ടത്. അപ്പൊ റോങ് ടേം ഏതാണ്? 60 ഇവിടെ റോങ് ടേം ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ റോങ് ടേം ഇൻ ദ ഫോളോയിങ് സീരീസ്. അടുത്ത റോങ് ടേം ആണ് നോക്കേണ്ടത്. ഇവിടുത്തെ ഡിഫറൻസ് 30, ഇവിടെയോ 34, ഇവിടെ 38, ഇത് 42 ആണല്ലേ? അടുത്ത 46 അല്ലേ വരണ്ടേ? 66, 42, 24 ആണ്. അവർ ഈ ടേം ആണല്ലോ തെറ്റായിട്ടുള്ള ടേം. 266 ആണ് റോങ് ടേം. 242ന്റെ കൂടെ 46 ആഡ് ചെയ്യുന്ന നമ്പർ ആയിരുന്നു വരേണ്ടത്. 288 ആയിരുന്നു വരേണ്ടത്. പക്ഷെ 266 ആണ് എന്താ റോങ് ടേം എന്ന് പറയുന്നത്. അടുത്ത സീരീസിൽ റോങ് ടേം 42, 54 എന്ന് പറയുമ്പോ എത്രയാ? 12. 54 ഇവിടെയും 12, ഇവിടെയോ 12, ഇവിടെയോ 12, ഇവിടെയോ 10. അപ്പൊ റോങ് ടൈം ഏതാണ്? 100 102 ആയിരുന്നു വരേണ്ടത്. 100 വന്നിരിക്കുന്നത്. അപ്പം ഓപ്ഷൻ 1 ആണ് ഇവിടെ റോങ് ടേം ആയിട്ട് വന്നിരിക്കുന്നത്. അടുത്ത ഫൈൻഡ് ദ റോങ് ടേം ഇൻ ദ ഫോളോയിങ് സീരീസ്. നോക്കാം. 34, 17 എന്താണ് ഇവിടെ? ഇത് ഇൻറ്റു 1 ഇവിടെ വന്നിരിക്കുന്നു, ഇവിടെ ഇൻറ്റു 2 വന്നിരിക്കുന്നു. 25.1 1/2 ചെയ്താല് എത്ര കിട്ടും? 2 2 2 4 7 കിട്ടില്ലല്ലോ. അപ്പൊ നമുക്ക് 127.5 എത്ര ചെയ്താലാണ്? 127.5 ഡിവൈഡ് ബൈ 50 എന്ന് പറയുമ്പോൾ 127.5/500 നേട്ടും. 2 5 10 27, 5 25, 5 25 100. ഇപ്പൊ എത്ര കിട്ടും? 2.55 നേട്ടും. അതിൽ 50/25.5 500/255 കിട്ടും. 100, 5 5 25, 1 5 5
ഈ രീതിയിലാണ് പോകുന്നത് അല്ലേ?